അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വരുന്നവർക്ക് 50 ആൾക്കാർക്ക് ആരെയും സംഭാവന ഒന്നും സ്വീകരിക്കില്ല. അന്ന് രാത്രി എനിക്ക് ടെലിഫോൺ ചെയ്ത് ചോദിച്ച്, ഞങ്ങൾ മാമ മരിച്ചു പോയാൽ എൻ്റെ അപ്പൂനെ കാണാൻ സാധിക്കുമോ? മാമ ചിലപ്പോൾ ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള എക്സ്പെൻസ് വേറെ ആരും ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്തോ സ്വപ്നം കണ്ടെന്ന് അവന് വിശക്കുന്നെന്ന്. അങ്ങനെ കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് 2000 ഉണ്ണിയപ്പം വാങ്ങി. നമസ്കാരം. ചികിത്സാ പിഴവ് മൂലം മകൻ മരിച്ച ആഘാതത്തിൽ ദമ്പതികൾ നെയ്യാറിൽ ചാടി ജീവനൊടുക്കിയ സംഭവം കേരളക്കരയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ നെയ്യാറിൽ ചാടി ജീവനൊടുക്കിയ ശ്രീകലയുടെയും സ്നേഹദേവിൻ്റെയും വീടിന് മുൻപിലാണ്. അവർ വലിയ മനുഷ്യ സ്നേഹികളായിരുന്നു. എന്തായാലും ഇക്കഴിഞ്ഞ വർഷമാണ് ഇവരുടെ ഏക മകനായ അപ്പു എന്ന് വിളിക്കുന്ന ശ്രീദേവ് മരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ തൊട്ട് മുൻപിലായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ശ്രീദേവ് സ്നേഹദേവ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതായത് മകൻ്റെ മരണശേഷം ഇവർ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്, അതായത് സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഇവരത്തരത്തിൽ മകൻ്റെ ഓർമ്മയ്ക്കായി അവരത്തരത്തിലൊരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഈ ഒരു ബോർഡിൽ തന്നെ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. മകൻ്റെ ഓർമ്മയ്ക്കായി ഫോട്ടോയും, അതായത് മകൻ ജനിച്ച വർഷവും മരിച്ച വർഷവും എല്ലാം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ട്രസ്റ്റിൻ്റെ ബൈലോ ഉൾപ്പെടെ ഇതിൽ വളരെ വ്യക്തമായി പറയുന്നു. ശ്രീദേവ് സ്നേഹദേവ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ട്രസ്റ്റിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി 3 കുടുംബത്തിലെ നിർധനരായ അർഹതപ്പെട്ടവർക്ക് ധനസഹായം, പക്ഷി മൃഗാദികൾക്ക് കഴിയുന്നത്ര ദിവസങ്ങളിൽ ഭക്ഷണം, എല്ലാ വർഷവും ഏതാനും ക്ഷേത്രങ്ങൾക്ക് ഉത്സവ സംഭാവന, നിസ്വാർത്ഥ പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകർക്ക് പാരിതോഷികം നൽകി ആദരിക്കൽ എന്നിങ്ങനെയാണ് ട്രസ്റ്റിൻ്റെ ബൈലോയിൽ പറയുന്നത്. അതുകൂടാതെ ഈ ട്രസ്റ്റിൻ്റെ ഒരു കാലത്തും ആരിൽ നിന്നും സംഭാവന സ്വീകരിക്കില്ല എന്നും ഇതിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ മകൻ്റെ മരണം ഈ ദമ്പതികൾക്ക് വലിയ രീതിയിലുള്ള ഒരു തീരാനോവായ ഒരു സംഭവം തന്നെയായിരുന്നു. ഈ വീടിന് അടുത്ത് ചേർന്ന് തന്നെയാണ് ഈ ഒരു ട്രസ്റ്റിൻ്റെ ഒരു ഭാഗവും നിലനിൽക്കുന്നത്. എന്തായാലും ഇവർ മൃഗസ്നേഹികളാണ്, മനുഷ്യസ്നേഹികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വളരെ ഈ ബൈലോയിലും വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ ഒരുപാട് മൃഗങ്ങൾക്ക്, അതായത് പൂച്ചകൾക്ക്, ഇവിടെ 2 പ്രിയപ്പെട്ട പൂച്ചകൾ ഉണ്ടായിരുന്നു അല്ലേ ചേട്ടാ? 2 പ്രിയപ്പെട്ട പൂച്ചകൾ. ഇവരെ കൂടെയാണ് കിടക്കുന്നത്. അതിപ്പോഴും വിളിക്കുന്നത് എന്നെ അമ്മ എന്നാണ് വിളിക്കുക. ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെയാണ് കിടന്നത്. അപ്പോൾ പൂച്ചകൾക്ക് ആഹാരമില്ല, ഒന്നുമില്ല. അതിലൊരെണ്ണമാണ്. അപ്പോൾ അവരൊരു മൃഗസ്നേഹിയാണ്. എവിടെയെങ്കിലും പട്ടികളോ ഇതിനൊക്കെ എവിടെന്നെങ്കിലും ആഹാരം വാങ്ങിച്ച് അവർക്ക് കൊടുക്കും. അത് എപ്പോഴും മൃഗസ്നേഹിയാണ്. പിന്നെ അപ്പു അങ്ങനെയാണ്. ഇവർക്ക് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ എന്നും എന്നെ വിളിക്കും, 1 മണിക്കൂർ വരെ സംസാരിക്കും. പക്ഷേ ഈ സ്നേഹദേവിൻ്റെയും ശ്രീകലയുടെ ഞാൻ അവൻ്റെ മാമനാണ്. ഞാനാണ് അവൻ്റെ കൂടെ എല്ലാത്തിനും ചെയ്യുന്നത് എല്ലാം. അപ്പോൾ വന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് 18-ാം തീയതി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. 25 ആൾക്കാർക്ക് സംഭാവനയൊക്കെ കൊടുത്ത് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് വക്കത്ത്. അത് 7 ലക്ഷം രൂപ പറയുന്നുണ്ട് സെൻറ്റിന്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വരുന്നവർക്ക് 50 ആൾക്കാർക്ക് ആരെയും സംഭാവന ഒന്നും സ്വീകരിക്കില്ല. ഇവർക്ക് അടുത്ത 50 ആൾക്ക് കൊടുക്കാനുള്ള ഞാൻ ഇതിൻ്റെ രക്ഷാധികാരി കൂടിയാണ്. മറ്റേ ഹസൻ്റെ അനിയൻ, അവരാണ് അതിൻ്റെ ചെയർമാൻ, സെക്രട്ടറി അവരാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി 3-ാം തീയതി ഇവിടെ ഒരു ഇതുണ്ട്. 3-ാം തീയതി ആ മകൻ മരിച്ച ആ ദിവസം അന്നിവിടെ ഫംഗ്ഷൻ ഉണ്ട്. MLA ഒക്കെ വരും. കാറ് ആരാ യൂസ് ചെയ്ത്? ജയദേവൻ്റെ അവൻ്റെ മകൻ്റെ കാറാണ്. ഓർമ്മ സ്മാരകമായിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അത് പിന്നീട് യൂസ് ചെയ്തില്ലേ? ആരും യൂസ് ചെയ്തില്ല. അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്മാരകമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ കാറ്
അവിടെ അരിപ്പുറത്തിരിക്കുകയാണ്. അതിൽ പൈസയും എല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. ഇതിനി പോലീസ് അതോടുകൂടി വന്നാലേ പറ്റൂ. പോയതൊരു തീരാ നോവ് തന്നെയായിരുന്നു. അപ്പോൾ അവർ ജീവിക്കില്ലെന്ന് എനിക്ക് സ്പഷ്ടമായിട്ടറിയാം. അന്ന് രാത്രി എനിക്ക് ടെലിഫോൺ ചെയ്ത് ചോദിച്ച്, ഞങ്ങൾ മാമ മരിച്ചു പോയാൽ എൻ്റെ അപ്പൂനെ കാണാൻ സാധിക്കുമോ എന്ന് എൻ്റെ ഒന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു, നീയൊക്കെ ഇപ്പോഴതിനെപ്പറ്റി എന്തിനു പറയുന്നത്? അതൊക്കെ കാണുമായിരിക്കും, നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് എന്തെടുത്താലും അവനിവിടെ വെച്ചിട്ട് അവർ എന്നും അവൻ്റെ ഭക്ഷണം എല്ലാം ഒരുക്കി അവിടെ വെച്ചേക്കും. മാമനോടെല്ലാം തുറന്ന് പറയും, എല്ലാം തുറന്ന് പറയും, കംപ്ലീറ്റ് എല്ലാം. എൻ്റെ ഡെയിലി വന്ന് 1 മണിക്കൂർ സംസാരിക്കും. ഞാൻ തിരിച്ച് വീട്ടിൽ വിളിച്ച്, കാരണം അന്ന് എൻ്റെ കയ്യിൽ പറഞ്ഞ്, മാമ ചിലപ്പോൾ ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള എക്സ്പെൻസ് വേറെ ആരും ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് പിന്നെ അനിയൻ ഒരുത്തുണ്ടായിരുന്നു, അവൻ്റെ കൊടുത്തിട്ട് വാങ്ങിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ ആരനായിട്ട് താമസിക്കുന്നു, ആരനായിട്ടോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വന്നില്ല. അപ്പോൾ രണ്ടാമത് ചെന്ന് ലൊക്കേഷൻ നോക്കി അവിടെ വെച്ച് കൈ 2 തങ്ങളിൽ കെട്ടി വെച്ചിരുന്നു. മുങ്ങി താഴ്ന്നിട്ട് വയറ്റിൽ വെള്ളമൊന്നും കയറിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇനിയിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. എത്ര വർഷമായി താമസിക്കാൻ? ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 40 വർഷം വരും. 40 വർഷം വരും. ഒരു നടത്തുന്ന 2 സായന്ന പത്രമുണ്ട്, അതിൻ്റെ അടുത്താണ്. 2 സായന്ന പത്രമുണ്ട്, ഭയങ്കര പത്രാധികാരം. രണ്ടുപേരും IPSC ടെസ്റ്റ് അതിനൊക്കെ ക്ലാസ് എടുക്കുന്നവരാണ്. ഒരു 2 ലക്ഷം രൂപ അവർക്ക് മാസം വരുമാനം കിട്ടുമായിരുന്നു. ഇത് മാനസികമായിട്ട് ഇപ്പം തകർന്നു. അവൻ ആഹാരമേ കഴിക്കില്ല. മകൻ്റെ ഇതിൽ വെച്ചിട്ട് കഞ്ഞി ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ട് കഴിക്കുക, അല്ലാതെ ഒരു വകയും കഴിക്കില്ല. 3 പ്രാവശ്യം രാമേശ്വരത്ത് പോയി മകന് വേണ്ടി ബലിയിടാനും അതിനും. പിന്നെ ഇവിടെയുള്ള പിന്നെ ഒരു എന്തോ സ്വപ്നം കണ്ടെന്ന്, അവന് വിശക്കുന്നെന്ന്. അങ്ങനെ പിന്നെ കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് 2000 ഉണ്ണിയപ്പം വാങ്ങി ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം മകന് വേണ്ടി ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ട് കിടക്കും. പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഇത് മാത്രമേ അവനൊരു ചിന്തയുള്ളൂ. അവൻ ആഹാരമൊന്നും കഴിക്കില്ല. ആരെയും സംഭാവനയൊന്നും ഇവിടെ സ്വീകരിക്കില്ല. ആര് ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ പേര് നോട്ട് ചെയ്തിടാൻ പറഞ്ഞ്, അങ്ങനെ ഗേറ്റിൽ ഒരു ബോക്സ് വയ്ക്കാൻ പറഞ്ഞ്, അത് വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ഉള്ള അതിലിട്ടാൽ ഇൻട്രസ്റ്റ് എടുത്താണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വിറ്റാലേ 2-3 കോടി രൂപ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ കൊടുത്ത 25 ആളിന് അടുത്ത 50 ആളിന് കൊടുക്കും. ഇത് എല്ലാം ഇൻട്രസ്റ്റിനെ വിട്ട് കഴിഞ്ഞു. ആർക്കും ഒരു അവകാശമൊന്നുമില്ല, ട്രസ്റ്റാണ്. 80 വർഷം അത് കഴിഞ്ഞിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത് അവർക്കത് പോകും. എന്തായാലും മരണത്തിന് തൊട്ട് മുൻപുള്ള ദിവസം വരെ ഈ അമ്മാവനെ വിളിച്ച് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പുവിനെ കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരെ ചോദിച്ചിരുന്നു. എന്തായാലും ഈ അപ്പുവിൻ്റെ വേർപാട് ഈ ദമ്പതികളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. അവരെ ഈ ഓരോ ദിവസവും മരണത്തിന് ശേഷമുള്ള ഓരോ ദിവസവും അവരെ വേട്ടയാടിയിരുന്നു. അപ്പുവിൻ്റെ സ്നേഹം, വേർപാട് എല്ലാം തന്നെ അതിനുള്ളൊരു ഇത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കാർ അപ്പു യൂസ് ചെയ്തിരുന്ന കാറാണ്, അത് പിന്നീട് ഉപയോഗിച്ചിട്ടില്ല. അപ്പുവിൻ്റെ സ്മരണയ്ക്കായി ഇവിടെ അത് വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ദമ്പതികളുടെ മരണം വളരെ വലിയൊരു വേദനാജനകമായ സംഭവമാണ് ഈ ബന്ധുക്കളിലും നാട്ടുകാരിലും ഉളവാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.